നോക്കി നോക്കി നിങ്ങൾ 5 സ്തൂപങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ശരീഅത്ത്. ഈ 5 സ്തൂപങ്ങൾ എന്ന് നോക്കിയാണ് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ വ സൗമി റമളാൻ വ ഹജ്ജിൽ ബൈത്ത്. ഈ 5 ഇബാദത്തിൻ്റെതായ സംഗതികളാണ്, ഇബാദത്തിൻ്റെ സംഗതികൾ. വ്യക്തിപരമായിട്ട് വരുന്ന ഈ ഇബാദത്തിനെ സംബന്ധിച്ച് തന്നെ നോക്കിയാൽ എന്തെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇബാദത്ത് എന്ന് പറയുന്നത് ഒരേ ശീലത്തിൽ, ഒരേ ഭാവത്തിൽ, ഒരേ രൂപത്തിൽ ഒരാൾക്ക് വരുന്ന വാസനക്കനുസരിച്ച് വരുന്നതല്ല. ചിലർക്ക് പ്രാർത്ഥനകളും ഉപാസനകളും മാത്രം നോക്കിയിട്ടുള്ള നിലയിക്കാരം. അപ്പോൾ ഇബാദത്ത് തിരഞ്ഞെടുക്കാൻ അതാണ് നിസ്കാരം. ചിലർക്ക് അങ്ങനെയല്ല, പട്ടിണി കടന്നും സഹിച്ചും അതുപോലെ ഉപവാസം എന്ന നിൽക്കുമ്പോഴതായിരിക്കും ഇബാദത്തിൻ്റെ താല്പര്യം. ആ താല്പര്യക്കാർക്ക് പറ്റുന്ന തരത്തിൽ ഫറളായിട്ടുള്ള ഇബാദത്ത് നോമ്പായിട്ട് റമളാൻ മാസമാണെങ്കിലും സുന്നത്തായ നോമ്പുകൾ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ. ചിലർക്ക് തീർത്ഥാടനങ്ങൾ, യാത്രകളായിരിക്കും വലിയ ആവശ്യം. ആ തീർത്ഥാടനങ്ങൾക്കാണെങ്കിൽ ഫറളായിട്ടുള്ളത് ഹജ്ജും ഉംറയുമാണെങ്കിലും ആ ഫറളായ തീർത്ഥാടനത്തോടൊപ്പം സുന്നത്തായ തീർത്ഥാടനങ്ങൾ എത്രയുണ്ടല്ലോ. നമ്മൾ സിയാറത്തൊക്കെ പോകണല്ലേ, ഏർവാടിക്കും നാവർക്കൊക്കെ. ഇതൊക്കെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആ ഇനത്തിൽപ്പെട്ടതാണ്. ഫറളും സുന്നത്തുമായ തീർത്ഥാടനത്തിൻ്റെ ഇനങ്ങൾ. അങ്ങനെ തീർത്ഥാടനമാവട്ടെ, ഉപവാസമാവട്ടെ, ഉപാസനയാവട്ടെ, ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെയും ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥിതിയിലാണ് ശരീഅത്തിൻ്റെ പഞ്ചസ്തൂപങ്ങളായി, പഞ്ചസ്തംഭങ്ങളായി നിശ്ചയിച്ച ഇബാദത്തുള്ളത്.